ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വാനില സ്പോഞ്ച് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1.25 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് 250 ml കപ്പിന് 1 കപ്പും പിന്നെ 1/4 കപ്പിന് 1 കപ്പുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് 200 ഗ്രാമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml 1 കപ്പ് പഞ്ചസാര വേണം, 5 മുട്ട വേണം, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബട്ടർ എസൻസ്, 1/4 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് ബട്ടറും തേച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ വശത്തും നന്നായി തേച്ച് കൊടുക്കണം. ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. നന്നായി എല്ലാ വശത്തും നന്നായി ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ അടിയിൽ വയ്ക്കാനായിട്ട് 1 പീസും പിന്നെ 4 പീസുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ വശത്തായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് കേക്ക് വേഗം റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാനിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്കിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. അതാ ഞാൻ ഓയിലൊക്കെ തേച്ച് തന്നെ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രവും അരിപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മിൽക്ക് പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇനി ഇത് നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഒരു വട്ടം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വിസ്ക് വെച്ചിട്ടും മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 3 വട്ടം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ 3 വട്ടം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മുട്ടയുടെ കൂടെ ചേർക്കാനുള്ളതാണ്. ഇത് പൊടിച്ചതാണ്. ഈ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 2 പാത്രം എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാനുള്ളതാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാനിവിടെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ചും ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 2 വേർതിരിച്ചാണ് ചെയ്യുന്നത്. അതാ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഓരോ പാത്രത്തിലായി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയായി ഇതുപോലെ പൊടിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ പിഞ്ച് ഉപ്പ്
ഇതിലേക്കും മുട്ടയുടെ വെള്ളയിലേക്കും മുട്ടയുടെ മഞ്ഞയിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബീറ്റ് ചെയ്യേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ. നമുക്ക് ബീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ തന്നെ ഇവിടെ ഓവൻ ഓൺ ചെയ്യുന്നുണ്ട്. ഇനി 180 ഡിഗ്രിയിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. 2 കോയിലായിട്ടുള്ളതിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിന് ശേഷം ഞാനിത് അവിടെ മുട്ട ബീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്കിതുപോലെ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ബീറ്റ് ചെയ്യാണ്. ഇതുപോലെ നന്നായി പതിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചത് നമ്മൾ ചേർക്കുന്നത് പെട്ടെന്ന് നമുക്ക് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായി പതഞ്ഞ് വന്നതിന് ശേഷം അത് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അതിനുശേഷം ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൊച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയുടെ തരിയൊന്നും പാടില്ല. നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മുഴുവനായി പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് 250 ml 1/4 കപ്പ് എടുത്താൽ മതിയാവും. നമ്മൾ പൊടിച്ച് വരുമ്പോൾ എന്തായാലും 1 കപ്പ് കിട്ടും, 1 കപ്പാവും. നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. അത് നന്നായി ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലോ സ്പീഡിലിട്ടിട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഓയിൽ ഒഴിച്ചിടുന്ന ശേഷം
ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതാ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയുടെ വെള്ളയും കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. ഇതാണ് മുട്ടയുടെ വെള്ള. ഇത് രണ്ടും കൂടി 3 തവണയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് ഞാനിവിടെ. കുറച്ച് സമയമെടുത്ത് മെല്ലെ ചെയ്ത് കൊടുക്കണം. നമുക്കിതുപോലെയുള്ള സ്പാച്ചുല ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മെല്ലെ മെല്ലെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടി ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ അയച്ചിട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായി ടാബ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ ഈ സമയം കൊണ്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 45 മിനിറ്റാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റെല്ലാം ഊരി വെച്ച് അത് നമ്മളുടെ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുക്കായി വന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായി എന്നാണ് അർത്ഥം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റെങ്കിലും ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ മോൾഡിൽ നിന്ന് നമുക്ക് സ്പോഞ്ച് റിമൂവ് ചെയ്യാം. നമുക്കിതിൽ ബട്ടർ പേപ്പറെല്ലാം എടുക്കാം. എല്ലാ വശത്തെയും ബട്ടർ പേപ്പർ നമുക്ക് എടുത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളുടെ നല്ല സോഫ്റ്റും സ്മൂത്തി ആയിട്ടുള്ള നല്ല വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.